ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇന്നിപ്പോ ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും ഞാൻ പല വീഡിയോസിലും പറയുന്ന പോലെ വാഹനത്തിൽ ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല മൈലേജ് കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ നല്ല ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് പമ്പ് തപ്പി നടക്കേണ്ട കാര്യമില്ല, എവിടെ വേണമെങ്കിലും ധൈര്യമായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കും. പക്ഷേ കൂടുതലും പേരും ഈ ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാഹനം ഫുൾ ടാങ്ക് ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ലീക്ക് ഉണ്ടാകുന്നുണ്ട്. അതായത് എവിടുന്നാന്ന് അറിയത്തില്ല. രാകേഷ്, ഞാൻ ഫുൾ ടാങ്ക് ഫില്ല് ചെയ്തു, എനിക്ക് പെട്ടെന്ന് ലീക്ക് കാണിച്ചു. പക്ഷെ ലീക്ക് കണ്ടുകൊണ്ട് ഞാൻ അടുത്തുള്ള ഷോറൂം വരെ ഓടി വന്നപ്പോഴേക്കും പിന്നെ ലീക്ക് കാണാനില്ല. എന്തുകൊണ്ടാണ് കുറച്ചു നേരത്തേക്ക് നമ്മുടെ വാഹനത്തിന് ലീക്ക് വരുന്നത്, അല്ലെങ്കിൽ ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യുന്ന സമയത്ത് ലീക്ക് വരുമോ? ഇങ്ങനെ ഒരു സംശയം കുറച്ചു പേർക്കെങ്കിലും മനസ്സിൽ കാണുമായിരിക്കും, അല്ലെങ്കിൽ കുറച്ചു പേരെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചു പേർക്കെങ്കിലും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് കൂടെ ഒന്ന് രേഖപ്പെടുത്തുക, ബാക്കിയുള്ളവർക്ക് കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാവട്ടെ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു വന്നൊരു കാര്യം, എന്തുകൊണ്ടാണ് ഇങ്ങനെ ലീക്ക് ഉണ്ടാകുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിന്റെ ഫില്ലർ ഹോസ് എന്ന് പറയും. അതായത് നമ്മുടെ വാഹനം ഫില്ല് ചെയ്യാൻ വേണ്ടി, അതായത് ഫ്യൂൽ ഫില്ല് ചെയ്യാൻ വേണ്ടി ആ നെക്കിൽ നിന്ന് നേരെ നമ്മുടെ ടാങ്കിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഹോസ് വരുന്നുണ്ട്. അത് മെറ്റൽ ആകാം, റബ്ബർ ആകാം. കുറച്ച് മെറ്റൽ പോർഷനും കുറച്ച് റബ്ബർ പോർഷനാണ് വരുന്നത്. ഈ റബ്ബർ പോർഷൻ വരുന്ന വേറൊന്നും കൊണ്ടല്ല, വൈബ്രേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മെറ്റൽ ആണെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് റബ്ബർ കൊടുക്കുന്നതിന്റെ കാര്യം. അതിൽ ഈ റബ്ബർ ഹോസിനോ അല്ലെങ്കിൽ ഈ പറയുന്ന മെറ്റൽ ഹോസിനോ ഏതെങ്കിലും രീതിക്ക് ഒരു ഹോള് വരുന്ന സമയത്ത്, അതായത് ഏതെങ്കിലും രീതിക്ക് മെറ്റൽ ആണെങ്കിൽ തുരുമ്പെടുത്ത് എന്തെങ്കിലും ഹോള് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിക്ക് ഒരു ഹോള് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ റബ്ബർ ഹോസിന് ഏതെങ്കിലും രീതിക്ക് ഹോള് വന്നിട്ടുണ്ടെങ്കിൽ, അതായത് ആ വണ്ട് പോലത്തെ എന്തെങ്കിലും സാധനം കുത്തി അതിനകത്ത് തുളയുണ്ടാക്കിയതിന് ശേഷം അതിൽ നിന്ന് ഫ്യൂല് ലീക്ക് ആകുന്നതാണ്. അപ്പം എന്തുകൊണ്ട് കുറച്ചു നേരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മിക്കവാറും ഫുൾ ടാങ്ക് ഫ്യൂല് ഫില്ല് ചെയ്യുന്ന സമയത്ത് നെക്ക് ലെവൽ വരെ പലരും കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ആ ഒരു നെക്ക് ലെവൽ വരെ കൊണ്ടുപോകുന്ന സമയത്ത് ഈ ഒരു ലെവല് താഴുന്നത് വരെ, അല്ലെങ്കിൽ ആ ഹോളിന്റെ അവിടം വരെ ഈ ഫ്യൂല് ലീക്ക് ആയിക്കൊണ്ടേയിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ലീക്ക് കാണിക്കത്തില്ല. അപ്പം ചിലരെങ്കിലും എന്നോട് ചോദിച്ചിട്ടുള്ളൊരു കേസ്, അങ്ങനെയാണെങ്കിൽ ഇനി തൊട്ട് ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യാതിരുന്നാൽ പോരെ? പ്രശ്നമില്ലല്ലോ, വേറെ പ്രശ്നമൊന്നും ഉണ്ടാകുന്നുമില്ല. ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കാരണം ഈ ഒരു ലീക്ക് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ലീക്ക് നിങ്ങളുടെ വാഹനത്തിലുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തീർത്ത് വിട്ടോണം. കാരണം ലീക്ക് എന്ന് ഉദ്ദേശിക്കുന്ന അവിടുന്ന് എയർ പുറത്തോട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ എയർ അകത്തോട്ട് വലിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വാഹനത്തിനകത്തുള്ള ഫ്യൂവല് ഉറപ്പായിട്ടും ആവിയായി പോകുന്നതായിരിക്കും. അതായത് ആ ലെവലിൽ താഴോട്ട് ഫ്യൂവൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആവിയായി പോകും. അങ്ങനെ ആവിയായി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഒരു കാര്യം, ഫ്യൂവൽ ലോസ്, 100% ഫ്യൂവൽ ലോസ് ഉണ്ടാകും. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു മണിക്കൂറോളം വാഹനം പെട്രോൾ നമ്മൾ പുറത്ത് ഓപ്പൺ ആക്കി വെക്കുകയാണെങ്കിൽ എത്ര ഫ്യൂവല് ലോസ് വരും. അങ്ങനത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം ഞാൻ ആ വീഡിയോ ആഡ് ചെയ്തേക്കാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഫ്യൂവൽ നമുക്ക് നഷ്ടമാവുന്നുള്ളൂ. അപ്പൊ ഒരു കാരണവശാലും നിങ്ങളുടെ വാഹനത്തിൽ ഇതുപോലെ ഒരു ഫ്യൂവൽ ലീക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഈ വാഹനത്തിന്, അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന നിങ്ങളുടെ വാഹനത്തിന് ഒരു ഫ്യൂവൽ ലീക്ക് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ക്ലിയർ ചെയ്യണം. അല്ലാതെ ഫുൾ ടാങ്ക് അടിച്ചാലാണ് ഫ്യൂവൽ ലീക്ക് വരിക, അതുകൊണ്ട് ഞാൻ ഫുൾ ടാങ്ക് അടിക്കുന്നില്ല, ഏകദേശം ഒരു അര ടാങ്ക് കണക്കാക്കി കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ തെറ്റാണ്.